Hi guys, welcome back to Evas Mama World. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബനാന ഫ്രൈന്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ആക്കി എടുക്കുക. അധികം ലൂസായി പോകരുത്, കുറച്ചൊരു തിക്നെസ് വേണം ബാറ്ററിന്. കട്ട കെട്ടാതെ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കരിഞ്ജീരകം ചേർത്താൽ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഞാനിവിടെ 2 ബനാന ആണ് എടുത്തത്. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലാണ് കട്ട് ചെയ്തെടുക്കണത്, പഴംപൊരി കട്ട് ചെയ്യണ പോലെ അല്ല കട്ട് ചെയ്യണത്. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ബനാന ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബാറ്ററിലേക്ക് ഞാൻ ബനാന ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ഓയിലി ആവാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. മൈദ മാത്രം ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും, പക്ഷെ നല്ല ഓയിലി ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം, ഓയിലി അല്ലാതെ. ഇതുപോലെ തന്നെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല ക്രിസ്പിയാണ്, അധികം ഓയിലി ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.